ഹലോ ഗൈസ്, നമ്മുടെ ഗലാക്ടസിനെ ഉണ്ടല്ലോ, ഗലാക്ടസിനെ സ്റ്റാർ ലോർഡ് അതായത് പീറ്റർ ക്വില്ല് ഒരു റിവോൾവർ വെച്ച് കൊന്നിട്ടുണ്ട്. സംഭവം നടക്കുന്നത് 616 ഇത് വേറൊരു യൂണിവേഴ്സ് ആണ്. അതും ഏകദേശം പീറ്റർ ക്വില്ലിന് 60-50 വയസ്സുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഗലാക്ടസിനെ ഈ സ്റ്റാർ ലോർഡ് കൊന്നതെന്ന് നമുക്ക് നോക്കാം. ഗലാക്ടസ് ആരാന്ന് അറിയില്ല ഗൈസ്, മാർവൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വില്ലൻ, അതായത് ഡോക്ടർ ഡൂമിനെ കാട്ടി പവർഫുൾ. അദ്ദേഹത്തിന്റെ പവർ കിട്ടുന്നത് തന്നെ ഒരു പ്ലാനറ്റ് നശിപ്പിച്ചതിന് ശേഷം അതിന്റെ കോർ ഇറങ്ങി ഭക്ഷിക്കുമ്പോഴാണ്. അത്രയ്ക്കും പവർഫുൾ. ഈ കോമിക്കിൽ നമ്മുടെ യൂണിവേഴ്സ് ചർച്ച് ഓഫ് ട്രൂത്ത് എന്ന ഒരു സംഘടന നമ്മളെ ഗലാക്ടസ് ഉണ്ടാക്കുകയാണ്. അതായത് ഒരുപാട് സൂപ്പർ വില്ലൻസ് അതിലുണ്ട്, ഗ്ലാഡിയേറ്റർ അടക്കം. അങ്ങനെ ആ ഓരോ സൂപ്പർ വില്ലൻസിനെ ഓരോ ഗ്രഹത്തിൽ വിട്ട് അവിടെയുള്ള മെയിൻ ത്രെറ്റ്സ് ആയ സൂപ്പർ ഹീറോസിനെ കൊല്ലുക, ശേഷം ഇയാൾക്ക് നശിപ്പിച്ച് അതിന്റെ കോർ എനർജി കഴിക്കാനുള്ള ഒരു കിടിലൻ പ്ലാനറ്റാക്കി മാറ്റുക. അതാണ് ഈ യൂണിവേഴ്സ് ചർച്ച് ഓഫ് ട്രൂത്തിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സ് ചർച്ച ഉണ്ടല്ലോ, ഒരു ദിവസം നമ്മളെ പീറ്റർ ക്വില്ലിന്റെ പ്ലാനറ്റായ ഈഗോ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പീറ്റർ ക്വില്ലിന്റെ ഒരു വൈഫും 2 മക്കളും ഇതിൽ മരിക്കുന്നുണ്ട്. പീറ്റർ ക്വില്ലി എങ്ങനെയും രക്ഷപ്പെട്ടതിന് ശേഷം ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയോടൊപ്പം ഭൂമിയിലെത്തുന്നുണ്ട്. ഭൂമിയിലെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെയുള്ള തോർ, അയൺമാൻ, എല്ലാ സൂപ്പർ ഹീറോസും മരിച്ചെന്ന്. അതായത് റെഡ് സ്കല്ല് ഇവരെല്ലാം കൊന്നു കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴത്തെ അവരുടെ മെയിൻ നേതാവ് എന്ന് പറയുന്നത്, അതായത് ഭൂമിയെ ഭരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ ഡോക്ടർ ഡൂമാണ്. റെഡ് സ്കല്ലിനെയൊക്കെ തട്ടി. പിന്നെ പീറ്റർ ക്വില്ല് വേറൊരു സത്യം കൂടെ മനസ്സിലാക്കിയാണ് ഗൈസ്, നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിലെ മറ്റംഗങ്ങളിലുണ്ടല്ലോ, നമ്മൾ ഗമോറ, ഡ്രാക്സ്, റാക്കൂനൊക്കെ അവരെല്ലാം മരിച്ചിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സ് ചർച്ച് ഓഫ് ട്രൂത്ത് അവരെല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഹാലൂസിനേഷനായിട്ട് നമ്മളെ പീറ്റർ ക്വില്ല് ഇതിനെല്ലാം കണ്ടതാണ്. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ പീറ്റർ വേറൊരു സത്യം കൂടെ അറിയുകയാണ്. അൾട്ടിമേറ്റ് നള്ളിഫയർ എന്നൊരു ആയുധം കൊണ്ട് നമ്മളെ ഗലാക്ടസിനെ കൊല്ലാമെന്ന്. അങ്ങനെ ഈ ആയുധം തപ്പി നമ്മളെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ബിൽഡിങ്ങിൽ പോവുകയും അവിടെ ടൈം ലാപ്സിൽ പെടുകയും, പക്ഷെ എങ്ങനെയൊക്കെ നമ്മളെ അൾട്ടിമേറ്റ് നള്ളിഫയർ നമ്മളെ പീറ്റർ ക്വില്ല് എടുക്കുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു ടൈം സ്റ്റോണും കിട്ടുന്നുണ്ട്. ഇവിടെയാണ് കളി ഗൈസ്. ശേഷം നേരെ വന്ന് നമ്മുടെ ഗ്ലാഡിയേറ്ററിനെ നമ്മളെ പീറ്റർ ക്വില്ല് കൊല്ലുന്നുണ്ട്. പക്ഷേ ഗലാക്ടസിനെ കൊല്ലാൻ പോകുമ്പോൾ നമ്മളെ ഡോക്ടർ ഡൂം വന്ന് ആ അൾട്ടിമേറ്റ് നള്ളിഫയറിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അതിനുശേഷം പറയും, ഞാനായിരിക്കും ഗലാക്ടസിനെ കൊല്ലുക എന്ന് കൊന്ന് ചെന്ന് ഡോക്ടർ ഡൂം നേരെ പോയി കയറി കൊടുക്കുന്നത് ഗലാക്ടസിന് മുമ്പിൽ. ഗലാക്ടസ് ഒറ്റയാടി ഡോക്ടർ ഡൂമിനെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു ഗൈസ്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന. പക്ഷേ നമ്മളെ പീറ്റർ ക്വില്ല് അതൊന്നും കാര്യമാക്കില്ല. ഒരു റിവോൾവറിൽ ടൈം സ്റ്റോൺ ഇട്ട് നേരെ വന്ന് നമ്മളെ ഗലാക്ടസിന്റെ നെറ്റിയിൽ ഒരു വെടി. ഗലാക്ടസ് കഥം. അപ്പൊ കഥ കഴിഞ്ഞ് ഇത്ര തന്നെ.